ജനം ടി വിയുടെ നമ്മുടെ ഈ പവലിയനിൽ കലനിറയും കൊല്ലത്തിൽ കലാകാഴ്ചകൾ നിറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് അനയാണ്, തൃശ്ശൂർക്കാരിയാണ്. ഇപ്പോൾ 3-ാം വട്ടമാണ് കലോത്സവത്തിന് എത്തിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട്, പിന്നെ 2 വർഷം കൊറോണ കൊണ്ടുപോയി, പിന്നെ കോഴിക്കോട്, ഇതിപ്പോൾ കൊല്ലത്തേക്ക് വന്നു. മത്സരം ഇപ്പോൾ കഴിഞ്ഞു അല്ലേ? ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടം മത്സരം ഫലം വരാൻ ഉച്ചയൊക്കെ കഴിയുമോ? കഴിയും. കണ്ടസ്റ്റൻസ് എത്ര പേരുണ്ടെന്ന്? ഇപ്പോൾ ഫസ്റ്റ് ക്ലസ്റ്റർ കഴിയണുള്ളൂ, സെക്കൻഡ് ക്ലസ്റ്റർ ആയിട്ടില്ല, തേർഡ് ക്ലസ്റ്റർ, ഫോർത്ത് ക്ലസ്റ്റർ ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 30-25 ആൾക്കാർ എന്തായാലും ഉണ്ടാവും മാക്സിമം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതിന് മുൻപ് മത്സരിച്ചവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കിയോ? എൻ്റെ രണ്ടാമത്തെ ആയിരുന്നു. ഒന്നാമത്തെ ഞാൻ കണ്ടില്ല. ഞാൻ മേക്കപ്പ് ഒന്നാമത്തേക്ക് ആകുമ്പോഴേക്കും എൻ്റെ മേക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. എന്തായാലും നല്ല പെർഫോമൻസ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് കിട്ടിയ പിള്ളേരിനല്ലേ വരും അവിടെ. അപ്പോൾ ഈ ചെസ് നമ്പർ ഇങ്ങനെ ആദ്യമൊക്കെ തന്നെ കിട്ടുന്നതാണോ നിങ്ങൾക്ക് ഒരു ഗുണമായിട്ട് വരുന്നത്, അതോ കുറച്ചൊരു സാവകാശം കിട്ടുന്നതാണോ? ഞാൻ ആദ്യം ചെസ് നമ്പർ എടുത്തു, പിന്നെ അവിടെ എല്ലാവരും വരാത്ത കാരണം അത് അവിടെ വെച്ചു, പിന്നെ എടുത്തു. അങ്ങനെ 4-5 പ്രാവശ്യം എടുത്തിട്ടാണ് എനിക്ക് ചെസ് നമ്പർ കിട്ടിയത്. അപ്പോൾ ഇവിടെ വേദിയിൽ പെർഫോം ചെയ്ത നമ്മുടെ ജനം ടി വിയുടെ വ്യൂവേഴ്സിന് വേണ്ടി കൂടി ഒന്നുകൂടെ പെർഫോം ചെയ്തൂടെ കുറച്ച്? ഓക്കെ. ലേഖയ സഖിനി ചിത്രം മാമക സ്വപ്നേദർശിത കോമള രൂപം. 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 ലേഖയ സഖിനി ചിത്രം. നർത്തകി ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ കുട്ടിയാണ് എന്ന് ഞാനങ്ങനെ പറയുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വേഷമിട്ട് ആടിത്തുടങ്ങുമ്പോഴേക്കും എല്ലാവരും മറ്റൊരാളായി മാറുകയാണല്ലേ. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേഷം അഴിച്ചു വെച്ച് കാഷ്വൽ ഡ്രസ്സിൽ നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ എന്തായാലും കളിച്ച് തളർന്നു നിൽക്കുകയാണ്, അറിയാം. ഞാൻ ഒരുപാട് സംസാരിപ്പിക്കുന്നില്ല. ജനം ടി വിയുടെ ഈ പവലിയനിലേക്ക് വന്നതിന് നന്ദി മോളെ. റിസൾട്ട് വരാൻ കാത്തിരിക്കുകയല്ലേ. എല്ലാവിധ ആശംസകളും. അറിയാൻ പറ്റില്ല, കാരണം കോർട്ട് വഴിയാണ് ഞാൻ വന്നത്. അപ്പോൾ അത് കാരണം എന്തായാലും റിസൾട്ട് അറിയില്ല. അത് വിത്ത് ഹെൽഡായിട്ടൊക്കെ എടുക്കും. അതാണ് ഏറ്റവും വലിയ വിഷമം സത്യം പറഞ്ഞത്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വരുമ്പോൾ
റിസൾട്ട് അറിയാന്നാണല്ലോ, അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എത്രയും പെട്ടെന്ന് റിസൾട്ട് അറിയാം. അതറിയില്ല എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് പ്രശ്നം. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഇവിടെ വന്ന് ഈ വേദിയിൽ ആടാൻ പറ്റി, കോർട്ട് ഓർഡർ വഴിയാണെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും കാണികൾക്ക് മുന്നിൽ എത്രയും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചതിൽ സന്തോഷവതിയായിരിക്കാം. വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു.